ഉണ്ടല്ലോ പ്രാർത്ഥിക്കുന്നവനാ. മൊർദെഖായി ഉണ്ടല്ലോ ഉപവസിക്കുന്നവനാ. ദൈവത്തോട് ചേർന്നിരിക്കുന്നവനാ മൊർദെഖായി. യഹൂദന്മാരെ കുറിച്ച് സ്തോത്രം വലിയ കാഴ്ചപ്പാടുള്ളവൻ, അവരെ നന്നാക്കണം എന്നുള്ള താല്പര്യമുള്ള വ്യക്തിയാണ് മൊർദെഖായി. പക്ഷെ മൊർദെഖായിയുടെ ഇപ്പൊ തിരിപ്പ് എവിടാന്നറിയാമോ? കൊട്ടാരത്തിന് പുറത്താ. വല്ലാത്ത അലച്ചല. ഭക്ഷണം കൃത്യം കിട്ടത്തില്ല, താമസം കൃത്യമില്ല, കൃത്യസമയത്ത് ഒന്നും മൊർദെഖായിക്കില്ല. പക്ഷേ യഹൂദന്മാരുടെ ശത്രുവും അഹങ്കാരിയും നിഗടിയുമായിരിക്കുന്ന ഹാമാൻ ഉണ്ടല്ലോ കൊട്ടാരത്തിന്റെ അകത്താ. ആമേൻ, സ്തോത്രം. ഓർത്തോണം, ദുഷ്ടൻ പച്ചപിടിക്കുന്നതും പ്രബലപ്പെടുന്നതും കണ്ട് ദൈവവൈതലേ, നീ ഒരിക്കലും ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കരുത്. സ്തോത്രം. നീ കുറച്ചു കാലം വെളിയിലിരുന്നാലും നീ അകത്തോട്ട് കയറേണ്ട ഒരു സമയമുണ്ട്, തക്ക സമയം. അപ്പോൾ നിന്നെ അകത്തോട്ട് കയറ്റുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരു മനുഷ്യനും നിന്റെ നന്മ തടയാൻ ഒക്കത്തില്ല. ഹാമാനെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിനക്ക് വേണ്ടിയുള്ള വാതിൽ ദൈവം തുറന്നിട്ട് അപ്പോയിന്റ് ചെയ്തത്. നിനക്ക് വേണ്ടി എസ്തേറിനെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. കാലത്തിന്റെ പോക്കിൽ മൊർദെഖായിയെ നീ സകലരും മാനിക്കുന്ന ഒരു വ്യക്തിയെ മാറാൻ പോകുക. ദൈവരാജ്യത്തിന് വില കൊടുക്കുന്ന ദൈവവൈതലേ, ഉപവസിക്കുന്ന ദൈവവൈതലേ, മീറ്റിംഗ് നടത്തുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ഒരു വാതിൽ അകത്ത് തുറന്നു വെച്ചിട്ടാ നിന്നെ പുറത്തിരുത്തിയത്. ഒരിക്കൽ കൂടി ഉപവസിച്ചോ, ഒന്നുകൂടി പ്രാർത്ഥിച്ചോ, നന്മ ഇതാ നിന്റെ വാതിൽക്കൽ നിന്നെ വിളിക്കാൻ